എച്ച് ടു ഒ ഈസ് എ ലിക്വിഡ് വെറാസ് എച്ച് ടു എസ് ഈസ് എ ഗ്യാസ് വൈ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എച്ച് ടു ഒ എന്ന് പറയുന്നത് ഓക്സിജന്റെ ഹൈഡ്രേറ്റ് ആണ്. എച്ച് ടു എസ് എന്ന് പറയുന്നത് സൾഫറിന്റെ ഹൈഡ്രേറ്റ് ആണ്. ഓക്സിജനും സൾഫറും സെയിം ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ട് പോലും അവരുടെ കറസ്പോണ്ടിങ് ഹൈഡ്രേറ്റുകൾ ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത്. ഒന്ന് ലിക്വിഡ്, മറ്റൊന്ന് ഗ്യാസ്. ഇതിന് കാരണം എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് വാട്ടർ എടുക്കാം. ഇവിടെ വാട്ടർ മോളിക്യൂളിനെ ഞാൻ കാണിച്ചു. ഈ വാട്ടറിൽ ഓക്സിജന്റെ മുകളിൽ സ്ലൈറ്റ് നെഗറ്റീവ് ആണ് വരുന്നത്, ഹൈഡ്രജന്റെ മുകളിൽ സ്ലൈറ്റ് പോസിറ്റീവും. അപ്പോൾ ഇവർ ഡൈപോൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ പോസിബിളാണ്. ഇനി എച്ച് ടു എസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൾഫർ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ് ഹൈഡ്രജനേക്കാളും. അതുകൊണ്ട് തന്നെ സൾഫറിന്റെ മുകളിൽ സ്ലൈറ്റ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാവും, ഹൈഡ്രജന്റെ മുകളിൽ സ്ലൈറ്റ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഇവർ തമ്മിലും ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ടാവും. പക്ഷെ വാട്ടർ മോളിക്യൂളുകളുടെ ഇൻ ബിറ്റ്വീനിലുള്ള ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. എന്നാൽ എച്ച് ടു എസിന്റെ ഇൻ ബിറ്റ്വീനിലുള്ള ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ഹൈഡ്രജൻ ബോണ്ട് അല്ല. ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷനിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് വരുന്നത് കൊണ്ടാണ് വാട്ടർ മോളിക്യൂൾ ലിക്വിഡ് ആയിട്ടും എച്ച് ടു എസ് ഗ്യാസ് ആയിട്ടും നിൽക്കുന്നത്.